നമസ്തേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പാമ്പുകൾ ഭീതി വിതച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ജീവലോകം വെന്തുരുകുന്ന ഈ കൊടും വേനലിൽ കാടും കാവും വിട്ട് നാഗങ്ങൾ ഇറങ്ങി ഭീതി പരത്തുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാവുകളുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം. പാമ്പുകൾ, അതായത് സർപ്പങ്ങൾ, കാവുകളിൽ നിന്നും ഒരു കാരണവശാലും പുറത്തിറങ്ങാതെ ആ കാവുകളിൽ തന്നെ പ്രതിഷ്ഠിച്ചുറപ്പിച്ചിരുത്തുന്ന രീതിയിലാണോ ഈ സർപ്പക്കാവുകളിൽ നടക്കുന്ന ആചരണ പദ്ധതികൾ. പ്രത്യേകിച്ച് കുംഭമാസം ശിവരാത്രി കഴിഞ്ഞിട്ട് മീനം മേടം മാസങ്ങളിൽ നടക്കുന്ന കാവിലെ പ്രതിഷ്ഠാ വാർഷികവും അതുപോലെ തന്നെ നൂറും പാലും കൊടുക്കലുമെല്ലാം അതിൻ്റെ ആചരണ അനുഷ്ഠാന പദ്ധതികളുമെല്ലാം ഈ അപകടകാരികളായിട്ടുള്ള നാഗങ്ങളെ, പാമ്പുകളെ ആ കാവുകളിൽ തന്നെ കുടിയിരുത്താൻ പ്രാപ്തമായ വിദ്യയാണ്. ഇതിന് ശാസ്ത്രീയതയുണ്ടോ? എന്തിനാണ് കാവുകളിൽ കുമ്പളങ്ങ മുറിക്കുന്നത്? കുമ്പളങ്ങയുമായിട്ട് സർപ്പത്തിന് എന്താണ് ബന്ധം? എന്തിനാണ് ദീപങ്ങൾ? എന്തിനാണ് പൂക്കൾ? എന്തിനാണ് നെയ്ത്തിരി? ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവന് ഭീഷണിയാകാതെ നാഗങ്ങൾ ആ കാവുകളിൽ തന്നെ കുടിയിരിക്കുമോ? തീർച്ചയായിട്ടും നാഗങ്ങൾ അവിടെ തന്നെ കുടിയിരിക്കും. അപ്പോൾ എന്തിനാണ് കുമ്പളങ്ങ മുറിക്കുന്നത്? എന്തിനാണ് വറപൊടി? എന്തിനാണ് പായസം എന്ന കാര്യം നമുക്ക് ആദ്യം ഒന്ന് പറയാം. ദുർഗാദേശങ്ങളാണ് കാവുകൾ. ദുർഗാദേശം എന്ന് പറഞ്ഞാൽ പ്രവേശനം പോലും ദുർഗമമായിട്ടുള്ള ചെറിയ ചെടികളുള്ള ഇടങ്ങൾ. കുറ്റിച്ചെടികൾ, വള്ളിച്ചെടികൾ, മുൾച്ചെടികൾ, അതുപോലെ തന്നെ വയ്യന്തക്ക പോലെയുള്ള ചെടികൾ, ദുർഗമമായിട്ടുള്ള ഇടങ്ങളെ സൃഷ്ടിക്കുന്ന ഭൂപ്രകൃതിയുള്ള അത്തരം ഇടങ്ങളിൽ രക്തം കുടിക്കുന്ന, മാംസം കഴിക്കുന്ന ഭദ്രകാളി ഭാവത്തിലുള്ള ജീവലോകത്തിനെ കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്കുള്ള ഭക്ഷണമായിട്ടാണ് കുമ്പളങ്ങ മുറിക്കുന്നത്. മാംസാഹാരികളായിട്ടുള്ള ജീവലോകത്തിന് വേണ്ടിയിട്ടാണ് കുമ്പളങ്ങ മുറിക്കുന്നത്. അപ്പോൾ ഭദ്രകാളി ഭാവത്തിലുള്ള, ബാലഭദ്ര ഭാവത്തിലുള്ള ജീവലോകത്തിനെ, മാംസാഹാരികളായിട്ടുള്ള രക്തം കുടിക്കുന്ന, മാംസം കഴിക്കുന്ന ജീവലോകത്തിനെ ഒരു ജീവനെയും ഹനിക്കാതെ കുമ്പളങ്ങ മുറിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. വെജായ കുമ്പളങ്ങ മുറിച്ചാൽ എങ്ങനെയാണ് അത് നോണാവുന്നത്? കുമ്പളങ്ങ മുറിച്ചു വെച്ചാൽ 4 ദിവസം കഴിയുമ്പോൾ അത്രയും അളവിൽ അതിനകത്ത് എന്തായിരിക്കും? പുഴുവായിരിക്കും. അത്രയും അളവിൽ അതെന്തായിരിക്കും? മാംസമായിട്ട് മാറും. ആ കുമ്പളങ്ങ മുറിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ മാംസാഹാരികളായിട്ടുള്ള ജീവലോകത്തെ ആ കാവുകളിൽ കുടിയിരുത്തുന്നത്. അതുപോലെ തന്നെ മധുരം കഴിക്കുന്ന ജീവലോകത്തിന് കരിക്ക് വെട്ടിക്കൊടുക്കും. അതുപോലെ തന്നെ വറവടി കൊടുക്കും. ഇതെല്ലാം ശിവഭൂതഗണങ്ങളായിട്ടുള്ള സർവ്വജീവലോകത്തിനുമുള്ള ഭക്ഷണമായിട്ട് നന്നായിട്ട് നനച്ച് നല്ല നൂറും പാലും കൊടുത്ത് അവിടെ കാവുകളിൽ ഗന്ധഗുണമുള്ള പൂക്കളെ കൊടുത്തിട്ടാണ് നമ്മളവിടെ ജീവലോകത്തെ കുടിയിരുത്തുന്നത്. ആ ആഹാര ചംക്രമണ വ്യവസ്ഥയിൽപ്പെട്ട സർവ്വജീവലോകത്തിനുമുള്ള ഭക്ഷണമാണ് ഓരോ ഓഫറുകൾ. അത് കൃത്യമായിട്ട് സൂര്യൻ്റെ മേടയായിരിക്കുന്ന, സൂര്യൻ മേട് തീർക്കുന്ന ഈ മേടത്തിന് മുമ്പ് അവിടെ കാവില് പുനർപ്രതിഷ്ഠാ വാർഷികങ്ങളും കലശങ്ങളുമെല്ലാം ആടേണ്ടതുണ്ട്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷനെ കൊണ്ട് പിൽഗ്രിമേജ്, തീർത്ഥസ്ഥാനത്തെ അവിടെ നിർമ്മിച്ച് ഡാർക്ക് എനർജി അവിടെ 24 hours മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള തീർത്ഥസ്ഥാനങ്ങളെ നമുക്കവിടെ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം, നിഷ്ഠയുമെല്ലാം തികഞ്ഞ ശാസ്ത്രബോധത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. ആ ശാസ്ത്രബോധത്തിലേക്കാണ് നമുക്ക് തിരിച്ചെത്തേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനകത്ത് നിഗൂഢതകളില്ല. നിഗൂഢത എവിടെയാണുള്ളത്? നമ്മളുടെ മനസ്സുകളിലാണ്. നിഗൂഢതയുടെ ഖനി നമ്മളുടെ മനസ്സിലാണ്. നമ്മൾ തന്നെ കുഴിച്ച ഖനിയാണത്. അറിവ് നിറയുമ്പോൾ അത് മായുന്നതുമാണ്. ഈ ഭൂമിയിലെ സകല ജീവപ്രപഞ്ചത്തെയും സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഇത് സൂപ്പർ സ്റ്റിഷനല്ല, സൂപ്പർ വിഷനാണ്. സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കുന്നത് സർപ്പത്തിന്, പാമ്പിന് വെളിച്ചം കാണാനാണോ? അത് തെറ്റല്ലേ? നാഗങ്ങൾ, പാമ്പുകൾ മഞ്ഞൾപ്പൊടിയും പാലുമൊന്നും കഴിക്കില്ലല്ലോ. പിന്നെ എന്തിനാണ് കാവുകളിൽ മഞ്ഞൾപ്പൊടിക്കും പാലിനുമെല്ലാം പ്രാധാന്യം? നൂറും പാലും കൊടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഈ ആചാരം അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ എന്നാണ് പലരുടെയും സംശയം. പാമ്പിന് വെളിച്ചം കാണാനല്ല കാവിലെ വിളക്ക്, പാമ്പിന് കഴിക്കാനല്ല പാല്, പാമ്പിന് കഴിക്കാനല്ല മഞ്ഞപ്പൊടി, പാമ്പിന് കഴിക്കാനല്ല കവുങ്ങിൻ പൂക്കുല. കാവുകളിൽ മഞ്ഞപ്പൊടിയും പാലും അതുപോലെ തന്നെ കവുങ്ങിൻ പൂക്കുലയും ഉപയോഗിക്കും. അത് പാമ്പിന് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ആ കാവുകളിൽ മറ്റ് ജീവജാലങ്ങളെ അവിടെ കുടിയിരുത്താൻ വേണ്ടിയിട്ടാണ്.
ഏറ്റവും കൂടുതൽ തേൻ ചുരത്തുന്ന, ഏറ്റവും കൂടുതൽ പൂ വിരിയുന്ന പൂക്കുല ഏത്? ദിവസങ്ങളോളം പൂക്കൾ വിരിയുന്ന പൂക്കുല ഏത് എന്ന് ചോദിച്ചാൽ അത് കവുങ്ങിൻ പൂക്കുലയാണ്. സത്വഗുണത്താൽ വിരിഞ്ഞ പൂക്കുല, അതാണ് കവുങ്ങിൻ്റെ പൂക്കുല. ആ കവുങ്ങിൻ്റെ പൂക്കുല ഇല്ലെങ്കിലോ കാവിലെ പൂജ പൂർണ്ണമാവുകയില്ല. പിന്നെയോ രജോ ഗുണത്താൽ തെളിഞ്ഞ പാല്. മറ്റു പല ജീവജാലങ്ങളെയും കാവിൽ കുടിയിരുത്താനായിട്ട് വീണ്ടും പുനർപ്രതിഷ്ഠിച്ച് അവിടെ തന്നെ ഇരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പാലഭിഷേകം നടത്തും. രജോ ഗുണം ഉണ്ടെങ്കിലാണ് പാലുണ്ടാവുകയുള്ളൂ. ആ രജോ ഗുണത്താൽ തെളിഞ്ഞ പാലും പിന്നെയോ തമോ ഗുണത്താൽ, മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ഗുണമാണ് തമോ ഗുണം. ആ തമോ ഗുണത്താൽ വിളഞ്ഞ മണ്ണിൻ്റെ മണമുള്ള, മണ്ണിൻ്റെ വർണ്ണമുള്ള ആ സ്വർണ്ണവർണ്ണമുള്ള മഞ്ഞൾ. ഇത് മൂന്നുമാണ് ജീവജാലങ്ങളെ കുടിയിരുത്താനായിട്ട് കാവുകളിൽ ഉപയോഗിക്കുന്നത്. മണ്ണിനെ റീചാർജ് ചെയ്യാനും റീഫ്രഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ത്രിഗുണത്തിലുള്ള ഇത് മൂന്നും ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ മറ്റൊന്നു കൂടിയുണ്ട്, അത് കാവിലെ വിളക്ക് വെപ്പാണ്. മുടങ്ങാതെയുള്ള വിളക്ക് വെപ്പ്. സന്ധ്യാസമയത്ത് ആ കാവിൽ ഒരു അന്തിത്തിരി തെളിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ പ്രദേശത്തുള്ള കീടങ്ങൾ മുഴുവൻ ആ കാവുകളിലേക്ക് എത്തും. ആ കീടങ്ങളെ ആഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല്ലി തൊട്ട് പാറ്റ തൊട്ട് സകല ജീവജാലങ്ങളും അവിടേക്ക് എത്തും. അങ്ങനെ ഉരകവർഗത്തിൽപ്പെട്ട നാഗങ്ങൾക്കുള്ള ഭക്ഷണവും അവിടെ തന്നെ കിട്ടും. അതാണ് സർപ്പത്തിന് വിളക്ക് വയ്ക്കുന്ന, സർപ്പത്തിന് മഞ്ഞൾ അഭിഷേകം ചെയ്യുന്ന, സർപ്പത്തിന് പാല് കൊടുക്കുന്ന, സർപ്പത്തിന് പൂക്കുല കൊടുക്കുന്ന രീതി. ഇതൊന്നും അന്ധവിശ്വാസമല്ല, ഇതിൻ്റെ എല്ലാം പിന്നിൽ തികഞ്ഞ ശാസ്ത്രീയതയാണ്.